ഒരു 9.5 പൗണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന KOM-ൽ എൻ്റെ ഉമ്മയുടെ പ്രായത്തില വേറെ ഉമ്മമാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കും എന്നെപ്പോലെ തന്നെ 9-10 പൗണ്ടായിരുന്നു അവർക്ക് അവർലി പേ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരൊരു കഴിഞ്ഞ ഒരു 10 വർഷം എങ്കിലും അവർ വർക്ക് ചെയ്ത കാശ് നമുക്കൊരു ഒരാഴ്ച കൊണ്ടെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വിഷമമാണ്. അവർ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ടിട്ട് വർക്ക് ചെയ്ത് ആ കിട്ടുന്ന കാശ് വാടകയ്ക്കും ഭക്ഷണത്തിനും എല്ലാവരും കൊടുക്കുന്നു. അവരുടെ ലൈഫിലെ അവസാന കാലങ്ങൾ, അതായത് പ്രായം കൂടി വരുവാണല്ലോ, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് അവർ സ്പെൻഡ് ചെയ്ത് ആ ഒരു എമൗണ്ട് കിട്ടി അത് വെച്ച് പേയ്മെൻറ്റ് കുറയും. നമുക്കിവിടെ വെറുതെ ഇരുന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 4-3 ദിവസം കൊണ്ട് അവർക്ക് കഴിഞ്ഞ 5-10 വർഷത്തിലെ കാശ് കിട്ടുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ തന്നെ വിഷമവും. കാരണം ആൾക്കാർ അവരുടെ സമയം, അത്രയും വിലപ്പെട്ട സമയം കളഞ്ഞിട്ടാണ് അവർ ജോലി ചെയ്ത് ചെറിയ എമൗണ്ട് കാശ് കിട്ടുന്നത്. എനിക്ക് 10,000 പൗണ്ടും 20,000 പൗണ്ടും ഒക്കെ ഓഫർ ചെയ്ത് 1 മാസം, 6 മാസം, 5 മാസം 1-to-1 ആയിട്ട് കൺസൾട്ട് ചെയ്യാമെന്ന് ചോദിച്ചതിൻ്റെ ആൾക്കാർ വന്നപ്പം ഞാനത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 1-to-1 ചെയ്യാൻ നേരത്തെ എൻ്റെ ടൈമാണ് കൺസ്യൂം ആവുന്നത്. അപ്പോൾ എനിക്ക് ഫാമിലിയായിട്ടും അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെയാണ് എനിക്ക് താല്പര്യം. നമ്മൾ ഒരു തവണയല്ലേ നമ്മൾ ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പൈസയുടെ പുറകെ പോകുന്നതിന് പകരം നമ്മൾ സമയത്തിന് വാല്യൂ ചെയ്യാം. കാരണം നമ്മൾ കുറച്ച് നാൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പൈസയുടെ പുറകെ പോയി നമ്മൾ ആ സമയം കളയരുത്. നമ്മൾ പൈസ മേക്ക് ചെയ്യണം, അത് വെച്ച് നമ്മുടെ സമയം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം.